മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല നൽകിയ ബറക്കത്തിന്റെ ഏറ്റവും വലിയ കാരണം അവരുടെ തഖ്വയാണ്. തഖ്വല്ലിലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാർ ഉസു ശർരി ഹബായിലാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നത് മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ്, അടിത്തറയാണ്. ദുനിയാവിൽ വിജയം വേണോ, മുത്തഖിയായി ജീവിക്കണം. ആഖിറത്തിൽ വിജയം വേണോ, മുത്തഖിയായി ജീവിക്കണം. മരിക്കുന്ന നേരത്ത് അന്തിമഘട്ടം വിജയിക്കണോ, മുത്തഖിയായി വിജയിക്കണം. തഖ്വക്ക് എതിരായി ജീവിക്കുന്ന മനുഷ്യൻ ആരാണ്? വതിബാഉ അഹ്വാർ ഉസു ശർരി ഹബായിലാ. സ്വന്തം ഇച്ഛക്കനുസരിച്ച് പിന്തുടർന്ന് ജീവിക്കുന്നത് എല്ലാ വിഷമങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ കെണിവലകളുടെയും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഏറ്റവും പ്രധാനമായി ശർറ് വരുന്നതിന്റെ കാരണം ഇത്തിബാഉൽ ഹവാ, തടീച്ചക്കനുസരിച്ച് മനുഷ്യൻ പിന്തുടരുന്നതാണ്. അവന്റെ ഇച്ഛ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഇച്ഛക്കനുസരിച്ച് ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു, അവൻ ദുനിയാവിൽ തോറ്റുപോകും, ആഖിറത്തിലോ അമ്പേ പരാജയപ്പെട്ടു പോകും. മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനം പാരത്രിക ലോകത്ത് കാണുന്ന സമയത്ത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം പരലോകത്ത് തഖ്വയില്ലാത്തവർ കാണുമ്പോ ഏറ്റവും അധികം അവർ കൊതിക്കുന്നത്, ഞങ്ങൾ മുത്തഖീങ്ങളായി ജീവിച്ചില്ലല്ലോ, സമയം ലഭിച്ചിരുന്നു, അവസരങ്ങൾ കിട്ടിയിരുന്നു, അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഉപദേശങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല. ഉപദേശങ്ങളെക്കാളും പ്രാമുഖ്യം നൽകിയത് സ്വന്തം ഇച്ഛ പറയുന്നതിനാണ്. എന്താണോ തടീച്ച പറയുന്നത് അതിനനുകൂലമായി പ്രവർത്തനം മുന്നോട്ട് നീങ്ങിയപ്പോൾ എല്ലാ രംഗത്തും പരാജയം സംഭവിച്ചുപോയി. എല്ലാ രംഗത്തും ഞങ്ങൾക്ക് കിട്ടുന്നത് ചുരുങ്ങിപ്പോയി. അതേ സമയത്ത് സഹോദരങ്ങളെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവർക്ക് രക്ഷയാണ്. പരലോകത്ത് അല്ലാഹു തആല സർവ്വ സുഖങ്ങളും ഒരുക്കിയിരിക്കുന്നത് വൽ ആഖിറതു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. പരലോക സുഖം, പരലോക സൗകര്യം മുഴുവനും റബ്ബ് സംവിധാനിച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. മുത്തഖീങ്ങൾക്കല്ലേ പരലോകത്തുള്ള വലിയ സുഖലോക സ്വർഗം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ക്ഷീണം സഹിക്കുന്നതും അവർ പ്രശ്നമാക്കാത്തത് പാരത്രിക വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇവിടെ എത്ര പരീക്ഷണം വന്നിട്ടും അതുകൊണ്ട് അവർ തോൽക്കാത്തത്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിയാത്തത്, പടച്ച റബ്ബിന് അനുസരണം കുറക്കാത്തത്, അല്ലാഹു തആല ആഖിറത്തിൽ കണക്കാക്കി വെച്ചിരിക്കുന്ന വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾക്ക് പാപമോചനം അല്ലാഹു ഓഫർ ചെയ്യുന്നുണ്ട്. വലിയ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ദുനിയാവിൽ പ്രശ്നപരിഹാരം അല്ലാഹു തആല ഓഫർ ചെയ്യുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആര് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നുവോ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച്, അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ വിട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളും അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ദീന് പകർന്നു തന്ന സ്വഹാബിമാരുടെ ആജ്ഞകളും അതിൽപ്പെട്ടതാണ്. അതേ, അവരിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് താബി
താബിഉകളും തബഉ താബിഉകളും അയിമ്മത്തുകളും പഠിപ്പിക്കുന്ന ആജ്ഞകള് അവര് സുന്നത്തും ഫർളുമായി നമുക്ക് മനസ്സിലാക്കി വ്യക്തമാക്കി തന്നത് അത് മുഴുവനും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് തഖ്വ. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ആയിരിക്കുക എന്ന് പറയുന്നത്. ആ തരത്തിൽ അല്ലാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ച് അല്ലാഹു തആല വിലക്കിയത് കൈയൊഴിച്ച് മുന്നോട്ട് പോകുന്നവർ, അല്ലാഹു വിലക്കിയത് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കേർപ്പെടുത്തിയതും അതിന്റെ ഭാഗമാണ്. അതേ പരിശുദ്ധ ഖുർആൻ അത് രണ്ടും ഒന്നുകൂടി തുറന്ന് വ്യക്തമാക്കി നമ്മോട് പറഞ്ഞു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ വത്തഖുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയത് നിങ്ങൾ സ്വീകരിച്ചോളണം. വമാ നഹാകും അൻഹു ഫന്തഹൂ. അവിടുന്ന് പാടില്ല, അവിടുന്ന് പറ്റില്ല, അവിടുന്ന് സാധ്യമല്ല, നിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നവിടുന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുത്തിയത് ഫന്തഹൂ, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ വിട്ടു നിൽക്കുന്നതും ആ സ്വീകരിക്കുന്നതും വത്തഖുല്ലാഹ്. അത് രണ്ടും തഖ്വയുടെ പ്രധാനപ്പെട്ട മാർഗമാണ്, മാധ്യമമാണ്. അങ്ങനെ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ യജ്അൽ ലഹു മഖ്റജാ. ഏത് വിഷയത്തിനും അല്ലാഹു അവന് പരിഹാരം നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവിചാരിത മാർഗത്തിലൂടെ അല്ലാഹു തആല അവന് നൽകും. എന്താണ് അവന് വേണ്ടത്? സമ്പത്ത് വേണോ? സമ്പത്ത് നൽകും. ഭക്ഷണം വേണോ? ഭക്ഷണം നൽകും. സുഖം വേണോ? സുഖം നൽകും. അല്ല ഏതെങ്കിലും വിഷയത്തെ പറ്റിയുള്ള റിസൾട്ട് ആണോ വേണ്ടത്? അത് നൽകും. പക്ഷേ സഹോദരങ്ങളെ, അതിന് അല്ലാഹു തആല ആദ്യം പറഞ്ഞത് വമൻ യത്തഖില്ലാഹ്. അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചാൽ അങ്ങനെ അല്ലാഹു തആല നൽകും. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താബിഉകളിൽ വലിയ മഹത്വം ഉള്ള മഹാനാണ്. താബിഉകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളവർ അൽ മുഖളറബീൻ എന്ന് പറയും അറബിയിൽ അവർക്ക്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തവരുണ്ട്, പക്ഷേ തങ്ങളെ കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല, അവസരം ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള താബിഉകളാണ്. താബിഉകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള മഹാന്മാർ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടൊരു മഹാനാണ്. അതേപോലെ തന്നെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത് യമനിൽ തന്നെയാണ്. മഹാനവർകൾ താമസിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുണ്ട്. പക്ഷേ തങ്ങളെ കാണാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്, അവസരം ഒത്തു കിട്ടിയിട്ടില്ല, നടന്നിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഉടനെ യമനിൽ പൊട്ടിപ്പുറപ്പെട്ട കള്ളപ്രവാചകനാണ് അസ്വദുൽ അൻസി. അസ്വദുൽ അൻസി കള്ളപ്രവാചകനായി രംഗപ്രവേശനം ചെയ്ത് ആളുകളെ തന്റെ മാർഗത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. കൂടുന്ന പല ആളുകൾക്കും സാമ്പത്തികമായി ചില നേട്ടങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അസ്വദുൽ അൻസി അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, ജനങ്ങളെ, അസ്വദുൽ അൻസിന്റെ വലയിൽ വീണുപോകരുത്. ഇന്നഹു കദ്ദാബ്. അവൻ പെരുങ്കള്ളനാണ്, കളവ് ധാരാളം പറയാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ അവനെ പറ്റി പറയാവൂ. താന് അള്ളാഹുവിന്റെ റസൂലാന്ന് പറയുമ്പോ അതിനെതിരായി പറയുന്ന ഒരാള് ജനങ്ങളെ അങ്ങനെ ഒരു പക്ഷം ചേർത്ത് വളർത്തുന്നുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോ അസ്വദുൽ അൻസി അവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും തന്റെ കൂടെയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും തന്റെ കൂടെയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. മഹാനവറുകളെയും കൂടെയുള്ളവരെയും തടവറയിലാക്കി. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ
തടവറയിലാക്കിയ ശേഷം അസ്വദുൽ അൻസി അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യപ്പെടുത്തുമോ എന്ന് ചോദിച്ചു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാവ് കൊണ്ട് നിന്നെപ്പറ്റി നിന്റെ പേരിനോട് ചേർത്തിട്ടോ അല്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകമോ ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ പറയും ഒരു വാക്ക്, അശ്ഹദു അന്നക മലിക്കുൻ കദ്ദാബ്, ഞാൻ അങ്ങനെ പറയാം, നീ ധാരാളം കളവ് പറയാൻ കഴിവുള്ള ഒരു രാജാവാണ് എന്ന് പറയാം. അത് പറയാൻ പറ്റും നിന്നെ പറ്റി. അത്രല്ല, പിന്നെ എന്ത് കഴിവാ നിനക്കുള്ളത്? നീ കുറച്ച് ഭരിക്കാൻ കഴിവുള്ള ഒരാളാണ്, സമ്പത്തും കുറച്ച് ആളുകളൊക്കെ നിന്റെ പിന്നാലുണ്ട്, അതോടൊപ്പം നല്ല കള്ളം പറഞ്ഞ് ശീലമുള്ള ആളുമാണ്. അവിടെ നിന്നെ പറ്റി അങ്ങനെ പറയുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനോട് അസ്വദുൽ അൻസി പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. ശിക്ഷിക്കാനല്ലേ പോകുന്നത്? അതെ, എന്നെ നീ ശിക്ഷിച്ചാലും നീ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു കിട്ടാനല്ലേ നീ എന്നെ ശിക്ഷിക്കുന്നത്. സംഗതി നടക്കൂല. നീ എന്നെ എത്ര ശിക്ഷിച്ചാലും എന്റെ റൂഹ് പിരിയുന്ന സമയം വരെ ഒരിക്കലും നിന്റെ പേരിനോട് ചേർത്തിട്ട് അള്ളാഹുവിന്റെ റസൂലാണ് എന്നറിയിക്കുന്ന ഒരു വാക്കുപോലും എന്റെ നാവ് കൊണ്ട് ഞാൻ മൊഴിയൂല. അതൊരിക്കലും നീ ആഗ്രഹിക്കേണ്ട, നടക്കൂല. ശിക്ഷിക്കാൻ നിന്റെ കഴിവനുസരിച്ച് പല ശിക്ഷയും നിനക്ക് ഉത്തരവിടാം. ഒരു പക്ഷേ നീ പറയുന്നത് കേട്ടിട്ട് ആളുകളൊക്കെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരും. ആ ശിക്ഷ നടപ്പിലാക്കാൻ നിനക്ക് കഴിവുണ്ടായി, ഞാൻ ആ ശിക്ഷയ്ക്ക് പിന്നെ അർഹനായിട്ട് ആ ശിക്ഷയിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ എത്ര വേദന അനുഭവിച്ചാലും എത്ര വിഷമങ്ങൾ അനുഭവിച്ചാലും മാറ്റിപ്പറയുന്ന ഒന്നല്ല ഈ ഈമാൻ. അത് അടിയുറച്ച ഈമാനാ സഹോദരങ്ങളെ. പരീക്ഷണങ്ങളിൽ പതറിപ്പോകാത്ത ഈമാനില്ലേ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എത്ര പരീക്ഷണം വന്നാലും ഈമാനിൽ നിന്ന് പതനം വരാൻ പാടില്ല. ഈമാനിന് ലവലേശം കുറവ് സംഭവിക്കാൻ പാടില്ല. മഹത്തുക്കളുടെ ഈമാനൊക്കെ അങ്ങനെയല്ല. എത്രമാത്രം വലിയ സൗന്ദര്യമാണ് ആ ഈമാൻ. എത്ര പരീക്ഷണം വന്നാലും അവരുടെ ഈമാനിൽ കുറവില്ല. ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള ആൾക്കാരാരാ? അമ്പിയാക്കളിൽ ഒരു നബിയെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നിഅമൽ അബ്ദു, നല്ല വ്യക്തിത്വം, നല്ല അടിമ എന്ന് ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞൊരു മഹാനാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകി. ആ പരീക്ഷണങ്ങളൊക്കെ മഹാനവറുകൾ എത്ര സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഞാൻ നിങ്ങളെ പരീക്ഷിച്ച് വിഷമത്തിലാക്കിയോ ബുദ്ധിമുട്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി എന്താണെന്നറിയോ? മഹാനവർകൾ പറഞ്ഞു, ഇല്ല റബ്ബേ, ഒരിക്കലും ഇല്ല. രണ്ട് അനുഗ്രഹങ്ങൾ എനിക്ക് നീ ബാക്കി തരുന്ന കാലത്തോളം നീ എന്നെ പരീക്ഷിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്നെ ഓർക്കാനുള്ള കൽബിനൊരു കുറവും നീ തന്നിട്ടില്ലല്ലോ. നിന്നെ പറ്റി ചിന്തിക്കാനുള്ള കൽബ്, അതിന്റെ തനതാർന്ന ശൈലിയിൽ നീ എനിക്ക് ബാക്കിയാക്കി തന്നില്ലേ. ആ കൽബിന് മാറ്റമൊന്നും വരുത്തിയില്ലല്ലോ അല്ലാഹ്. നിന്നെ ഓർക്കാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോ എന്റെ കൽബിന് നല്ല കഴിവാണ്. നിന്നെ പറ്റി പറയാനുള്ള നാവും എനിക്ക് നീ ബാക്കി തന്നല്ലോ. ഈ രണ്ട് അവയവങ്ങളും എന്റെ ശരീരത്തിൽ നീ ബാക്കി തന്നില്ലേ. അതിനൊരു കുറവും തന്നിട്ടില്ലല്ലോ അല്ലാ. അതുകൊണ്ട് നീ തന്ന ഏത് പരീക്ഷണങ്ങളും എനിക്കൊരു പരീക്ഷണമായിട്ടോ ഒരു വിഷമമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടില്ല. പരീക്ഷണങ്ങൾ പടിപടിയായി വന്നപ്പോ മഹാനവറുകളുടെ കുടുംബം മഹാനവറുകളെ വിട്ടുപോയി, സഹവാസികൾ വിട്ടുപോയി, അയൽവാസികൾ വിട്ടുപോയി. ഏകതണിയായ ഭാര്യ മാത്രമല്ലേ കൂടെ നിന്നതുള്ളൂ. റഹ്മത്ത് ബിൻത് അഫ്റാസീം എന്ന് പേരുള്ള ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയായ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഏത് പരീക്ഷണങ്ങളിലും ഭർത്താവിനെ
സന്തോഷിപ്പിച്ച് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ഒത്താശകൾ ചെയ്ത് ഭർത്താവിനോടൊപ്പം സഹകരിച്ച് നല്ല മനസ്സോടെ സ്നേഹത്തോടെ അങ്ങ് കൂടിക്കഴിഞ്ഞു. ഇന്ന് അങ്ങനത്തെ സഹവസിക്കുന്ന ഒരു ഇണയെ കിട്ടാന്ന് പറഞ്ഞാല് അത് വലിയ അത്ഭുതമായിട്ട് പലരും കണക്കൂട്ടും. കാരണം അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു ജോലി, ചിലപ്പോഴൊക്കെ ഒരു ജോലി നല്ല സ്ഥിരത കൊടുക്കും, ചിലപ്പോൾ ആ ജോലിയിൽ നിന്ന് മാറ്റം കൊടുക്കും. ഒരു ജോലിയിൽ നിന്ന് മാറ്റം കൊടുത്ത് ഇച്ചിരി വേതനം കുറഞ്ഞ ഒരു ജോലിയിലേക്കാണ് ഒരാൾ അല്ലാഹു തആല പ്രവേശിപ്പിച്ചത്. അപ്പൊ ഇണ പറഞ്ഞു, നിങ്ങൾ താഴോട്ടാണല്ലോ പോകുന്നത്, എനിക്ക് നിങ്ങളെ കൂടെ പൊറപ്പിക്കാൻ കഴിയില്ല, ഞാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. പെണ്ണ് പോയി. പെണ്ണയാളെ ഒഴിവാക്കി പോകാൻ അയാൾക്ക് ചെലവ് കൊടുക്കാത്തില്ല, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ശമ്പളം കുറഞ്ഞ ജോലിയിലേക്ക് ഒന്ന് മാറ്റി, നേരത്തെ 10-35 റുപ്യ ഉള്ളത് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു 20-18 ഇങ്ങോട്ട് വന്നപ്പോ അവൾക്കത് സഹിച്ചില്ല. അവള് പോകാന്നും പറഞ്ഞു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നല്ല ക്ഷമയോടെ, പേരുപോലെ റഹ്മത്ത് ബീവി എന്നല്ലേ പേര്, എന്തൊരു സ്നേഹാണ്, എന്തൊരു സഹകരണമാണ്. ആ ബീവി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് മഹാനവറുകൾ അള്ളാഹുവിനോട് ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയത്. റബ്ബി അന്നി മസ്സനി അദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. റഹ്മത്ത് ബീവി പറഞ്ഞു, നിങ്ങൾക്കൊന്ന് അല്ലാഹു തആലാനോട് ചോദിച്ചാൽ, നിങ്ങൾ ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ അല്ലാഹു തആല തരേണ്ട മൊത്തം തരും. കാരണം നിങ്ങൾക്ക് ഏത് പരീക്ഷണ അവസ്ഥ വന്നിട്ടും ഒരു പരീക്ഷണമായിട്ട് ഇതുവരെ നിങ്ങളെ ഖൽബിൽ തോന്നിയിട്ടില്ല. കൂടെ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, സമ്പത്തൊക്കെ പോയി, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. നിലവിളിച്ചിട്ടൊന്നുമില്ല, കരഞ്ഞിട്ടൊന്നുമില്ല, ഉറക്കം തകരാറായിട്ടൊന്നുമില്ല, ഇബാദത്ത് മുടങ്ങിയിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല തന്നു. പോകേണ്ട സമയത്ത് അത് പോയി. ഇനി വേറെ സമയത്ത് വരും, സ്വീകരിക്കും ചെയ്യും. റബ്ബി അന്നി മസ്സനി അദ്ദുർ. പഠിച്ചവനെ ചെറിയൊരു വിഷമം എനിക്ക് അനുഭവിച്ചു, അൻത അർഹമുർ റഹീമീൻ എന്ന് മഹാനവർകളൊന്ന് പറഞ്ഞപ്പോഴേക്ക് ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മത്തൻ മിൻ ഇൻദിനാ. നേരത്തെ കൊടുത്തതിനേക്കാൾ അധികം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കൊടുത്തതിനേക്കാൾ അധികം ഇരട്ടിയായി നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ദാനം ചെയ്തു. നല്ല ഭംഗിയുള്ള ശരീരം കൊടുത്തു. ഒരു ചെറിയ കറ പോലും, ഒരു പാട് പോലും, ഒരു അടയാളം പോലും ബാക്കിയാകാതെ നല്ല സൗന്ദര്യമുള്ള ശരീരം. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഉർകുൽ ബിരിജ്ലിക് ഹാദാ മുക്തസലും ബാരിദും ബശറാബ്. കാലുകൊണ്ട് ഭൂമിയിൽ ഒന്ന് ചവിട്ടിയേക്കണം. ചവിട്ടുമ്പോൾ അവിടെ നീരുറവ പൊട്ടിയൊഴുകും. ആ വെള്ളം എടുത്തുകൊണ്ട് നിങ്ങളെ ശരീരത്തിൽ ഒഴിക്കണം. അങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയാർന്ന ശരീരം വരും, നല്ല സൗന്ദര്യമുള്ള ചർമ്മം വരും, ആരോഗ്യപരമായിട്ട് നല്ല മുൻതൂക്കമുള്ള ശരീരം വരും, നല്ല അഴകുള്ള ഭംഗിയുള്ള ശരീരം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. മഹാനവറുകളുടെ ക്ഷമയുടെയും സഹനത്തിന്റെയും തഖ്വയുടെയും തൽഫലമായിട്ടാണ്. സഹോദരങ്ങളെ, പരീക്ഷണമായി തോന്നിയില്ല എന്ന് പറയാൻ കാരണമായത് നിന്നെ ഓർക്കുന്ന കൽബും നിന്നെ പറയുന്ന നാവും രണ്ടെണ്ണം നീ എനിക്ക് ബാക്കി തരുന്ന കാലത്തോളം എന്നെ നീ പരീക്ഷിച്ചു എന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും പറയൂല. എനിക്ക് അങ്ങനെ ഒരു വിഷയം തോന്നിയിട്ടേ ഇല്ല. എല്ലാം അല്ലാഹു തആല സജീവമാക്കി മഹാനവർ കൊടുത്തു. കുടുംബക്കാരൊക്കെ മടങ്ങി വന്നവർ അത്ഭുതപ്പെട്ടാ മടങ്ങി വന്ന കുടുംബക്കാരൊക്കെ, അയൽവാസികളൊക്കെ മടങ്ങി വന്നു. വല്ലാത്തൊരു അജബന്നെ അവർക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത് വിഷമം വന്നാലും അതിന് പരിഹാരം തരുന്നവൻ അല്ലാഹു തആലയാണ്. ഏത് അനുഗ്രഹം നമുക്ക് തരുന്നതും അതും അല്ലാഹു തആലയാണ്. അല്ലാഹു തആല അറിയാതെ, അല്ലാഹു തആല നൽകാതെ ഒരാൾക്കും ഇവിടെ ഒരു നിയമത്തുമില്ല. അത് ശരിക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരീക്ഷണം അനുഭവിക്കാൻ തയ്യാറാകുന്ന ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്നെ എത്ര പരീക്ഷിച്ചാലും പരിശോധിച്ചാലും നീ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പറയൂല. അസ്വദുൽ അൻസി പറഞ്ഞു, ജനങ്ങളോട് ജനങ്ങളെ വലിയ അഗ്നികുണ്ഡം തയ്യാറാക്കണം.
ആളുകൾ വിറക് കെട്ടുകൾ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. വലിയ തീക്കുണ്ടാരം. സുബ്ഹാനല്ലാഹ്, അത് മുഴുവനും കത്തിച്ച് വലിയ ചൂടുള്ള രൂപത്തിൽ ആളിക്കത്തുന്ന വലിയ അഗ്നിയിലേക്ക് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ച് മഹാനവറുകളുടെ ഊരയുടെ ഭാഗത്ത് മുട്ടിന്റെ വരെ ഭാഗമുള്ളൊരു വസ്ത്രം മാത്രം ബാക്കിയുണ്ട്. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും നല്ല കയറ് കൊണ്ട് ഒന്ന് ഭദ്രമാക്കി കെട്ടിപ്പിരിഞ്ഞ് റെഡിയായ ശേഷം ദൂരത്ത് നിന്ന് ആ തീയിന്റെ ഉള്ളിലേക്ക് ഒത്ത നടുവിലേക്ക് മഹാനവറുകളെ വലിച്ചെറിയുന്നു. കൂടെയുള്ള ആളുകളെയും തീയിലേക്കിട്ട് ശിക്ഷിക്കുന്നു. അതേ തീ എങ്ങനെ ആളിക്കത്തുകയാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആളിക്കത്തുന്ന തീ കുറച്ചങ്ങ് ശമിച്ചപ്പോ അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അവൻ പറഞ്ഞു, ഒന്ന് പോയി നോക്കണം, എന്തുണ്ട് ആളെ സ്വഭാവം, എങ്ങനെയുണ്ട് എന്ന് പോയി നോക്കണം. അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നോക്കാൻ വേണ്ടി അവന്റെ ആളുകൾ വന്നു നോക്കുമ്പോ തീന്റെ ഒത്ത നടുവിൽ നിന്നിട്ട് നല്ല മേച്ചത്ത നല്ല റെഡിയായ ഒരു സ്ഥലം നോക്കുകയാണ്. എന്തിന്? അള്ളാഹുവിന് ഒന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ആ തീന്റെ ഉള്ളിൽ വെച്ച് ഒന്ന് സുജൂദ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, ഒത്ത സ്ഥലം മഹാനവറുകൾ ഒന്നിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും തീ ആളിക്കത്തുമ്പോഴതാണ് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, തീയിലേക്ക് അങ്ങ് വലിച്ചെറിയുന്ന സമയത്ത് സഹോദരന്മാരെ, അവരെ മനസ്സിന് വല്ല മാറ്റവും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്രയോ കിലോമീറ്റർ അപ്പുറത്തേക്ക് പറന്നുയരുന്ന പറവകൾ പോലും ആ തീയിന്റെ പുകച്ചുരുളുകൾ ഉയർന്നിട്ടുള്ള ചൂടുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കിരണങ്ങൾ കാരണം ചത്തി വീഴുന്നു. കിലോമീറ്റർ മുകളിൽ പറക്കുന്ന പക്ഷികൾ പോലും അത്രയും വലിയ അഗ്നി തയ്യാറാക്കിയ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യവും ഇല്ല. അമ്മാ ഇലൈക ഫലാ ഹാജത ലീ, നിങ്ങൾ എന്നെ സഹായിക്കണ്ട, നിങ്ങളൊരു ആവശ്യവും എനിക്കില്ല. സഹായിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ച മലക്കാണ് ഞാൻ. എന്നാ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനില്ലേ? ചോദിച്ചോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മാരിഫത്തുഹു ഹാലി യുഗ്നീനി അൻ സുആലി. അല്ലാഹു തആലക്കറിയില്ലേ ഞാനിപ്പോ തീന്റെ ഉള്ളിലാണ്. പടച്ച റബ്ബിന്റെ കാരണം കൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞതൊക്കെ അല്ലാഹു തആലക്കറിയില്ലേ. എന്തിനു ചോദിക്കണോ? ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പടച്ച റബ്ബിന് എന്റെ അവസ്ഥകളൊക്കെ അറിയാലോ, ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ദിക്ർ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഒരാൾ ചോദിച്ചു, പിൽക്കാലത്ത് ദുനിയാവിൽ ഏറ്റവും നല്ല സന്തോഷം ഉണ്ടായ സമയം എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ആ തീന്റെ ഉള്ളിൽ താമസിച്ച ഒരു 50 ദിവസമല്ലേ, അത്ര വലിയ സന്തോഷം ഉണ്ടായ ഒരു സമയം അതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല. തീന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടി ഒരു 50 ദിവസമല്ലേ, അത്ര വലിയ സന്തോഷമുള്ള ദിവസം അതിന്റെ മുമ്പുമില്ല, ശേഷമില്ല. നല്ല പാനീയം, സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയി വരുന്ന നല്ല പാനീയം. സുബ്ഹാനല്ലാഹ്, പിന്നെ അത്ര വലിയ സന്തോഷം വേറെ ഉണ്ടാകുമോ? നേരം പോക്കിന് വർത്തമാനം പറയാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല ടൈം പാസ് നൽകാൻ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരിക്കാൻ ഒരു മലക്കിന് അല്ലാഹു തആല പറഞ്ഞു. പിന്നെ അത്ര വലിയ സന്തോഷം വേറെ ഉണ്ടാവും. തീ ഇങ്ങനെ പതുക്കെ ഒരു ഭാഗത്ത് കെട്ടപ്പോ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് നമ്രൂദ് ഇങ്ങനെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു വിളി വിളിച്ചു. ഇബ്രാഹിമേ എന്നൊരു വിളി വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്ക് ഉത്തരം നൽകി. എന്തേന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഭൂമിയിൽ നേരത്തെ ഉള്ളതിനേക്കാളും വലിയ സുഖത്തിലാന്ന് പറഞ്ഞു, വലിയ സന്തോഷത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ നിയലിങ്ങനെ കാണുന്നുണ്ട്, ഒരു രൂപം ഇങ്ങനെ കണ്ടിട്ട് നമ്രൂദ് ചോദിച്ചു, നിങ്ങളെ അടുത്ത ആരോ ഒരാൾ ഇരിക്കും പോലെ തോന്നുന്നുണ്ടല്ലോ, ഒരു രൂപം കാണുന്നുണ്ടല്ലോ ദൂരത്തുനിന്ന് നോക്കിയിട്ട്. അതേ ഉണ്ട്.
അത് എനിക്ക് ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി ദിക്റൊക്കെ ഇങ്ങനെ കുറെ ചൊല്ലിയിരിക്കുമ്പോ ഒരു നല്ല വർത്തമാനൊക്കെ പറയണ്ടേ, അതിനു വേണ്ടി അല്ലാഹു തആല നേരം പോക്കിനൊരു മലക്കിനെ പറഞ്ഞയച്ചു. എങ്ങനെ വരാൻ കഴിയും? ഓ, വരാൻ സുന്ദരമായിട്ട് കഴിയും. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, സുന്ദരമായിട്ട് വരാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 50 ദിവസം അവിടെ താമസിച്ച് ആ തീയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോ നമ്രൂദും അവന്റെ അനുയായികളും അവർ തോറ്റുപോയി. അവരെ തീയിനും കത്താനുള്ള ശക്തിയും പവറും കൊടുക്കുന്നത് അല്ലാഹു തആലയല്ലേ. ആ തീയിന് ജ്വാലകൾക്ക് വല്ല കുറവും ഉണ്ടോ? ആ തീ കൊണ്ട് സഹോദരങ്ങളെ ചുറ്റുഭാഗത്തും കെട്ടുകണക്കിന് വെച്ചിരുന്ന വിറകുകൾ മുഴുവനും കത്തിച്ചാമ്പലായിട്ടില്ലേ? ഉണ്ട്. പക്ഷേ തീയിനോട് അല്ലാഹുവിന്റെ കൽപ്പന, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, നിന്നെക്കാളും വലിയ മഹത്വം നീയും എന്റെ സൃഷ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും എന്റെ സൃഷ്ടിയാണ്. എന്റെ സൃഷ്ടിയായ വലിയ മഹത്വം ഞാൻ നൽകിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നിന്നിലേക്ക് വരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ പാകപ്പെടണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നല്ല ജീവിക്കാൻ, അവിടെ താമസിക്കാൻ പറ്റുന്ന പരിതസ്ഥിതിയിലാകണം. കൂടുതൽ തണുപ്പായാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു വിഷമം വരും. കൂടുതൽ ചൂടായാൽ അതും ഒരു പ്രയാസമാണ്. ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന് ഒത്ത രീതിയിലുള്ള തണുപ്പും പാകത്തെ ചൂടും നൽകിയിട്ട് നീ പാകമാകണം. നമ്രൂദിന് ഇതുകൊണ്ട് പരാജയപ്പെട്ടു. അവന്റെ എല്ലാ ശക്തിയും ക്ഷയിച്ചുപോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അവൻ തോറ്റുപോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശക്തിയാർന്ന ഈമാനും അതേ ജ്വലിക്കുന്ന ശരീരവും കണ്ടപ്പോ ആദ്യം തന്നെ പിന്നീട് വിശ്വസിച്ചത് നമ്രൂദിന്റെ മകളാണ്. നമ്രൂദിന്റെ മകള് പറഞ്ഞു, ബാപ്പാ നിങ്ങൾ തോറ്റു, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഞാനും വിശ്വസിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കൊരു കഴിവുമില്ല, നിങ്ങൾക്കൊരു ഉലൂഹിയത്തുമില്ല, ഒരു റുബൂബിയത്തുമില്ല, ഒരു തമ്പുരാന്റെ കഴിവുമില്ല, ഒരു ആരാധനയുടെ കഴിവും നിങ്ങൾക്കില്ല. ആ ഒരു തീന്റെ അടുത്തേക്കൊന്ന് അടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ബാപ്പാ? ഒന്ന് തീന്റെ മേലെ ഒന്ന് കൈവക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 50 ദിവസം അല്ലേ അതിന്റെ ഒത്ത നടുവിൽ താമസിച്ച് തിരിച്ചു പോരുമ്പോ നിങ്ങൾ കെട്ടിക്കൂട്ടിയ കയറുകൾ എവിടെ? തെറ്റുവില്ലെവിടെ? ഇബ്ലീസ് കാണിച്ചു തന്ന തെറ്റുവില്ലില്ലേ? ആ തെറ്റുവില്ലെവിടെ ബാപ്പാ? തെറ്റുവില്ലിലല്ലേ നിങ്ങൾ എറിഞ്ഞത്? അത് കത്തിക്കരിഞ്ഞു പോയില്ലേ? കയറും കത്തിക്കരിഞ്ഞു പോയില്ലേ? പക്ഷേ ആ പുണ്യമേറിയ ശരീരം അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവരൊരു ചതി ഉദ്ദേശിച്ചു. നമ്മൾ അവരെ തകർച്ചയിലാക്കി, നമ്മൾ അവരെ പരാജിതരാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മോചനം കൊടുത്തു. അതേ രൂപത്തിൽ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി സുജൂദിന് സ്ഥലം അന്വേഷിക്കുമ്പോ അസ്വദുൽ അൻസിയുടെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇപ്പൊ കുറച്ച് ആളുകൾ നിങ്ങളെ കൂടെയുണ്ട്. അബൂ മുസ്ലിമുൽ ഖൗലാനിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആളുകളെങ്ങാനും കണ്ടാൽ ഒരൊറ്റ കുട്ടി നിങ്ങളെ കൂടെ ഉണ്ടാകൂല. അതുകൊണ്ട് പെട്ടെന്ന് തീയിൽ നിന്ന് ഇങ്ങോട്ട് മോചിപ്പിച്ച് അവരെയും കൂട്ടരെയും കൊണ്ടുവരാൻ നല്ലത്. എന്തേന്ന് വെച്ചു, തീന്റെ ഒത്ത നടുവില് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് നോക്കുകയാണ്. കത്തിക്കരിഞ്ഞിട്ടില്ലേ? കത്തിക്കരിഞ്ഞിട്ടൊന്നുമില്ല. തീന്റെ ഒത്ത നടുവില് നിസ്കരിക്കാനും അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യാനുള്ള അവസ്ഥ, അതിനു വേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ പെട്ടെന്ന് ആളെ മോചിപ്പിച്ചു കൊണ്ടിരുന്നു. തീ ഒരു ഭാഗത്ത് കെടുത്തി അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും വീണ്ടും അസ്വദുൽ അൻസിയുടെ മുന്നിലെത്തിച്ചു. ചോദിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുമോ? നേരത്തെ ഉള്ളതിനേക്കാളും 1000 മടങ്ങ് നല്ല ഊർജ്ജസ്വലതയോടെ ഞാൻ പറയും, അശ്ഹദു അന്നക മലികുൻ കദ്ദാബ്, പെരുങ്കളവ് പറയുന്നൊരു രാജാവ് മാത്രമാണ് നീ. നീ കെട്ടിയ ചരടെവിടെ? നീ കെട്ടിയ കയറെവിടെ? നീ
എന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചുന്ന പാശങ്ങളൊക്കെ എവിടെ? അത് മുഴുവനും അസ്തമിച്ചു പോയില്ലേ, കരിഞ്ഞു പോയില്ലേ? എന്റെ ശരീരത്തിന് വല്ലതും ചെയ്യാൻ, എന്റെ രോമങ്ങൾ നിനക്ക് കരിക്കാൻ, എന്റെ നഖം കരിക്കാൻ നിനക്ക് പറ്റിയോ? നിന്നെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. ഇനി അബൂ മുസ്ലിമിനെയും കൂട്ടരെയും ഇവിടെ നിർത്തിയാൽ തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം, നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾ പോയിക്കോളൂ, പക്ഷേ നിന്റെ വാദം അംഗീകരിക്കാൻ അത് കഴിയൂല. നീ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയാനോ അതിനൊക്കൂല. നാട്ടിൽ നിന്ന് പോയാൽ വേറെ നാട്ടിൽ താമസിക്കണം, അത്രയല്ലേ ഉള്ളൂ. നാട്ടിൽ നിന്ന് പോയിക്കള, അതിന് കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു. നാട്ടിൽ നിന്ന് മഹാനവർകൾ പോയി. യമനിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചപ്പോ നേരെ മനസ്സിൽ ആദ്യം വന്നത് മദീന മുനവ്വറയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ധീരോദാത്തമായി പറഞ്ഞ് പരീക്ഷണ മുഖങ്ങളിൽ തകരാതെ, ഒരു പരീക്ഷണങ്ങളിലും തോൽക്കാതെ ആ ഷഹാദത്തിന്റെ മധുരം ഉറപ്പിച്ചപ്പോ എനിക്ക് മദീനയിൽ ഒന്നെത്തണം. ഹയാത്ത് കാലത്ത് മുത്തുനബി തങ്ങളെ കാണാനൊത്തില്ലല്ലോ, അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യണം. നേരെ മദീനയിലേക്ക് നീങ്ങി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ സംഭവം വിശദീകരിക്കുന്നത് കാണാം. മദീനയിലെത്തിയപ്പോ സിയാറത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതാ ളുഹ്ർ നിസ്കാരത്തിന് വാങ്ങി വിളിച്ചു. സ്വഹാബിമാർ ഓരോരുത്തരായി പള്ളിയിലേക്ക് അതിനു മുമ്പ് തന്നെ വന്നു തുടങ്ങുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ കയറി ഒരു തൂണ് മറയാക്കി പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. ആ തൂണിന്റെ പിറകിൽ നിസ്കരിക്കുന്ന ആളുടെ സവിധത്തിൽ അവിടെ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു നോട്ടം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നത് വരെ ഒരേ നോട്ടം നോക്കി നിൽക്കുന്നു. സലാം വീട്ടി കഴിഞ്ഞ ഉടനെ ചോദിക്കുന്നു, അന്ത അബൂ മുസ്ലിം, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി? നോട്ടം നോക്കുമ്പോഴേക്ക് തന്നെ കാര്യം തിരിയുമോ? തിരിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി പറഞ്ഞ മഹത്വങ്ങളിൽ അങ്ങനെ ഒരു വേറിട്ട മഹത്വം ഉണ്ടല്ലോ. അതേ, കുറെ ഇന്നഹു കാന ഫീമൻ ഖബലകും മമ്മിൻ മല്ലാ, നേരത്തെ കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഉണ്ട് മുഹദ്ദസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇൽഹാം നൽകിയ കുറെ മഹാന്മാര് നേരത്തെ കഴിഞ്ഞ സമുദായങ്ങളിലുണ്ട്. ഫഇയകു ഫീ ഉമ്മത്തി അഹദും മിൻഹും ഫഇന്നഹു ഉമർ, എന്റെ ഉമ്മത്തിലും അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രത്യേക ബഹുമാനം എന്ന നിലക്ക് പ്രത്യേക അറിവും പ്രത്യേക കഴിവും അല്ലാഹു തആല ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. ഒരേ ഒരു നോട്ടം നോക്കിയിട്ട് ചോദിക്കുന്നു, അന്ത അബൂ മുസ്ലിം, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി? അതെ, ഞാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറഞ്ഞപ്പോ മഹാനവർകൾ ആലിംഗനം ചെയ്യുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു, കൈപിടിച്ച് നേരെ കൊണ്ടുപോകുന്നു ഒന്നാമത്തെ സുഫിലേക്ക്. ഒന്നാമത്തെ സുഫിൽ ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഇതാരാ ആള് എന്നറിയുമോ? ഹാദാ അബ്ദുല്ലാഹി ഇബ്നു സൗബ്. ഒറിജിനൽ പേര് അങ്ങനെയാണ്, അബ്ദുല്ലാഹി ഇബ്നു സൗബ് എന്ന് പേരുള്ള അബൂ മുസ്ലിമുൽ ഖൗലാനിയെ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം അസ്വദുൽ അൻസി തീയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊരാളെ കേട്ടിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് മഹാനവറുകൾ കൈപിടിക്കുന്നു, മുസാഫാത്ത് ചെയ്യുന്നു, ആലിംഗനം ചെയ്യുന്നു. അതേ, എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ മുന്നിൽ വെച്ച് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അറാനി മിൻ ഹാദിഹിൽ ഉമ്മത്തി മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹീം അലൈഹിസ്സലാം. മുൻഗാമികളിൽ ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം അനുഭവിച്ച ആളെ എനിക്ക് കാണിച്ചു തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും.
ജനങ്ങൾക്ക് മുന്നിൽ മഹാനവർകളെ പരിചയപ്പെടുത്തുന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഇത്രയും നല്ല ഈമാനിന്റെയും തഖ്വയുടെയും കരുത്താർന്ന മഹാനാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലെത്തിയപ്പോ തന്റെ ഭാര്യ പറഞ്ഞു, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും പൊടി വാങ്ങിക്കൊണ്ടുവരണം, പത്തിരിപ്പൊടി. 2 ദിർഹം അതിനു വേണ്ടി കൊടുക്കുകയാണ്. 2 ദിർഹമുമായിട്ട് മഹാനവർകൾ അങ്ങാടിയിലേക്ക് പോകുന്നു. അങ്ങാടിയിലെത്തിയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ അതാ പല ഭാഗത്തും ജനങ്ങളെ മുന്നിൽ യാചിച്ച് നടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, 2 ദിർഹം തരുമോ? മഹാനവർകൾ ചിന്തിക്കുന്നു, പടച്ചോനെ, നീ പറഞ്ഞത് ഇങ്ങനെ ആരെങ്കിലൊക്കെ വന്നാൽ കൊടുക്കാതെ മടക്കരുത് എന്നാണ്. അമ്മ സായില ഫലാ തൻഹർ എന്നല്ലേ? അർഹതപ്പെട്ട ആളുകൾ യാചിച്ചു വന്നാൽ, യാചനക്ക് അർഹതയുള്ള ആളുകൾ വന്നാൽ അവരാട്ടി ഓടിക്കാൻ പാടില്ല, അവരട്ടി ഓടിക്കാൻ പാടില്ല, കൊടുക്കണം. അത് മുത്തഖീങ്ങൾക്കുള്ള ഒരു നിർദ്ദേശമാണ്. എല്ലാവരും അങ്ങനെ യാചനക്ക് പോകണം എന്നല്ല. യാചിക്കാൻ ചില ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ യാചിക്കാൻ വന്നാൽ അവരെ വിരട്ടാൻ പാടില്ല, ആട്ടിയോടിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് അവർക്ക് സഹായം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നബി എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ, നിങ്ങൾക്ക് ജോലിയെടുത്ത് സമ്പാദിച്ച് ജീവിക്കാനൊക്കെ കഴിവില്ലേ? നബി, എന്ത് ജോലിയാ ഞാൻ എടുക്കേണ്ടത്? നിങ്ങളെ വീട്ടില് വിറ്റാൽ കാശ് കിട്ടുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാകുമെന്ന് വെച്ചു. ഞാൻ പോയി നോക്കി വരാന്നോ? ഞാൻ പോയി നോക്കി കൊണ്ടുവരുന്നു. ചെറുപ്പക്കാരൻ വീട്ടിൽ പോയി നോക്കുമ്പോ ഒരു കരിമ്പടം, കമ്പിളി. ഇവിടെ കമ്പിളി എന്ന് പറഞ്ഞാൽ അറിയോ? അറിയും, അത് വേറെ അറിയില്ലേ? അതന്നെ സാധനം, കമ്പിളി. അത് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തു. തങ്ങൾ അതിങ്ങനെ സദസ്സിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇതിനാരാ ഒരു വില തരാന്ന് ചോദിച്ചു. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ദിർഹമുൻ, 1 ദിർഹം തരാന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, മൈ യസീദു, ആരാ അധികം തരാ? അതാണല്ലേ ലേലെന്ന് പറഞ്ഞു, ആരാ അധികം തരാന്ന് വെച്ചു. അപ്പൊ വേറെ സഹാബി പറഞ്ഞു, ദിർഹമൈൻ, 2 ദിർഹം തരാന്ന് പറഞ്ഞു. 2 ദിർഹമിന് ഉറപ്പിച്ച് ആ പുതപ്പ് കൊടുത്ത് 2 ദിർഹം വാങ്ങി. ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങള് മദീന സൂക്കിൽ പോയി നല്ല ഒരു മഴു വാങ്ങിക്കൊണ്ടുവരാം. മഴു എന്ന് പറഞ്ഞാൽ മനസ്സിലാ? അതും അറിയില്ല. ഇനി ഇവിടെ എന്താ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെ തന്നെയാണ് പറയാ. മഴു വാങ്ങിക്കൊണ്ടുവരാം. നല്ല മരം വെട്ടാനൊക്കെ പറ്റുന്ന മടുവില്ലേ? മഴു വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഴു പിടിക്കാനുള്ള അതിന്റെ പിടി, അതിന്റെ തായ്, അത് തങ്ങൾ ഇങ്ങനെ ചെത്തി കൂർപ്പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് ശരി, അതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. സുന്നത്താണ്, വെറും സുന്നത്തസ്കാരം മാത്രല്ല, അതൊക്കെ സുന്നത്തന്നെയാണ്. തങ്ങളിങ്ങനെ ഒരു മരം എടുത്ത് അതിന്റെ ലെവല് റെഡിയാക്കിയിട്ട് അതിങ്ങനെ കൂർപ്പിച്ച് അതിന്റെ മേൽഭാഗം തായ്ഭാഗം റെഡിയാക്കി. ഇവിടെ അതിനെന്താ പറയാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ തായ് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? കണ. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മഴ ഇങ്ങോട്ട് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഫിറ്റ് ചെയ്ത് റെഡി ആയി കൊടുത്തു. കണണ്ടാക്കറിയാം? പഠിക്കണം, സുന്നത്താണ്. അതൊക്കെ ഉണ്ടാക്കണം. എല്ലാം പീടിയെന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ്. ഒരു സാധനത്തിനും വിലയില്ലാത്ത, ഉണ്ടാക്കുമ്പോ നല്ല വില ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ റെഡിയാക്കി ജോയിന്റ് ആക്കിയിട്ട് ആ സ്വഹാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 2-3 ദിവസം ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. കാട്ടിൽ പോകണം. കാട്ടിൽ പോയിട്ട് നല്ല മരം വെട്ടിയിട്ട് കെട്ടുകെട്ടാക്കി വിറകുണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് നല്ല നിലക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. ഹലാലാ ജീവിതം. അദ്ദേഹം ആ മടുവേറ്റ് പോയി, കാട്ടിൽ പോയി കെട്ടുകെട്ടാക്കി വിറക് വെട്ടി റെഡിയാക്കി മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ് 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു കൊട്ട കാരക്കയേറ്റ് വരുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക്. നല്ല സന്തോഷത്തോടുകൂടി. എന്തേന്ന് വെച്ച്, നബിയെ, എന്റെ വീട്ടിലേക്ക് ആവശ്യ വസ്തുക്കളും
എനിക്ക് അത്യാവശ്യത്തിനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി. കാശ് കുറച്ചുകൂടി ബാക്കി കണ്ടപ്പോ ഒരു കൊട്ട കാരക്കയും വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നതാണ്. അൽഹംദുലില്ലാ റാഹത്തായി. അപ്പൊ തങ്ങള് പറഞ്ഞു, നിങ്ങളെ ഒരു മടു വാങ്ങാൻ വിട്ട് നല്ല ഒരു ജോലിക്ക് ഞാൻ പ്രേരിപ്പിച്ചു വിട്ടത് ഇന്നൽ മസ്അലത ലാ തഹില്ലു ഇല്ലാ ലി ഇഹ്ദാ സലാസ. 3 സബബുകൾ, 3 കാര്യങ്ങൾ ഉള്ളവർക്കല്ലാതെ, 3-ൽ 1 വിഷയം ഉള്ളവർക്കല്ലാതെ യാചന അനുവദനീയമല്ല. 3-ൽ ഏതെങ്കിലും ഒരു സബബുണ്ടെങ്കിൽ യാചിക്കാം. 1 ലദീ ദൈനിൻ മുഗ്റമിൻ, വിട്ടുമാറാത്ത രീതിയിലുള്ള കടബാധ്യതയുള്ള മനുഷ്യൻ. അയാളെ പോരേം പറമ്പും തടി അടക്കം വിറ്റാലും കടം കൂടില്ല. അത്രയും കുടുങ്ങിപ്പോയതാണ്. കടത്തിൽ ആര് കുടുങ്ങിപ്പോയി, അത്രയും ഓവർ കടമുണ്ട്. അപ്പൊ അത് വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിച്ച് വീട്ടണം. ചിലരങ്ങനെ ഉണ്ടാകുമല്ലോ, നല്ല ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ്, പക്ഷേ ആകെ കുടുങ്ങി ആകെ തൊലഞ്ഞുപോയി. അങ്ങനെ ഉണ്ടാകും, എല്ലാവരും ഒരുപോലെ ആകൂലല്ലോ. അങ്ങനെ അധികരിച്ച കടബാധ്യതയുള്ള ആൾ. ഔ മറളിൻ മുഫന്നിദിൻ, സുബ്ഹാനല്ലാഹ്, എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രീതിയിൽ വല്ലാത്ത ഒരു രോഗം പിടിപെട്ടിരിക്കുന്നു. ആ രോഗത്തിന്റെ കാരണങ്ങളെ കൊണ്ട് ലക്ഷങ്ങൾ ഇങ്ങനെ ചെലവായി. സമ്പത്തിന്റെ പകുതി 3/4 ഭാഗവും കൊടുത്തു തീർത്തു. ഇനി ജീവിക്കാൻ എന്തെങ്കിലും മക്കൾക്കോ മറ്റോ മിച്ചമുള്ള കുറച്ചല്ലാതെ മറ്റൊന്നുമില്ല. രോഗമാണെങ്കിലോ വിട്ടുമാറിയിട്ടില്ല. അങ്ങനെ കുടുങ്ങിക്കടിയുന്ന രോഗികൾ